പാഠം 9 ഹവാല കൈമാറ്റം ചെയ്യാന്ന വാക്കർത്ഥം. ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് ആക്കുക. അപ്പോൾ കടം കൈമാറ്റം ചെയ്യലാണ് ഇവിടെ നടക്കുന്നത്. അഥവാ എൻ്റെ കടം, ഞാനൊരാൾക്ക് കൊടുക്കാനുള്ള കടം എനിക്ക് കിട്ടാനുള്ളവൻ്റെ കടത്തിലേക്കാക്കിയിട്ട് അയാളെടുക്കൽ നിന്ന് ഞാൻ കടം കൊടുക്കാൻ ഉള്ള ആളോട് വാങ്ങാൻ പറയാം. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ മുഹമ്മദിന് ഒരു 10,000 രൂപ കടം കൊടുക്കാനുണ്ട്. ജാബിർ എനിക്കൊരു 10,000 റുപ്യ തരാനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ 10,000 റുപ്യ മുഹമ്മദിനോട് പറയുക, ജാബിർ എനിക്ക് തരാനുള്ള 10,000 റുപ്യ വാങ്ങിയിട്ട് എൻ്റെ കടണ്ടാക്കിക്കോ. അതായത് എനിക്ക് ജാബിർ തരാനുള്ളതായ ഉത്തരവാദിത്തം അത് മുഹമ്മദിലേക്ക് നീങ്ങുക. ആ ഉത്തരവാദിത്തം വേറൊരാളെ ഉത്തരവാദിത്തത്തിലേക്ക് നീങ്ങുക. അപ്പോൾ എന്തായി മാറി? ഞാൻ മുഹമ്മദിന് കൊടുക്കാനുള്ള കടം ജാബിർ മുഹമ്മദിന് കൊടുക്കാനുള്ള കടമായി മാറുന്നു. ഇതാണ് ഹവാല എന്ന് പറയുന്നത്. ഹിയ അഖദുൻ യഖ്തദി ഇന്തിഖാല ദൈനിൻ മിൻ ദിമ്മത്തിൻ ഇലാ ദിമ്മ. ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് മറ്റൊരു ഉത്തരവാദിത്തത്തിലേക്ക് കടം നീങ്ങലിനെ തേടുന്ന ഇടപാടാണ് അത്. ഹിയ അത് അഖദുൻ ഒരു ഇടപാടാണ്. യഖ്തദി അത് തേടും, ഇന്തിഖാല ദൈനിൻ ഒരു കടം നീങ്ങലിനെ, മിൻ ദിമ്മത്തിൻ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇലാ ദിമ്മത്തിൻ മറ്റൊരു ഉത്തരവാദിത്തത്തിലേക്ക്. ഇപ്പോൾ മുഹമ്മദിന് കടം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കാണ് ഉണ്ടായിരുന്നത്. ആ ഉത്തരവാദിത്തം എൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ജാബിറിൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് നീങ്ങുക. ഈ ഇടപാടിനെയാണ് ഹവാല എന്ന് പറയുന്നത്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മത്ലുൽ ഗനിയ്യി ളുൽമുൻ. മത്ല് എന്ന് പറഞ്ഞാൽ നീട്ടിയിടുക, കടം കൊടുക്കാതെ അങ്ങനെ ഡേറ്റ് അങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക. ധനികനായ ആൾ കടം പിന്തിപ്പിക്കൽ അക്രമമാണ്. വഇദാ ഉത്ബിയ അഹദുക്കും അലാ മലീഇൻ ഫൽയത്ബ. നിങ്ങളിലൊരാൾ കടത്തെ ഒരു സമ്പന്നൻ്റെ മേലിലേക്ക് ഹവാലയാക്കപ്പെട്ടാൽ, ഉത്ബിയാന തുടർത്തപ്പെട്ടാൽ, നിങ്ങളിലൊരാൾ തുടർത്തപ്പെട്ടാൽ അലാ മലീൻ ഒരു സമ്പന്നൻ്റെ മേൽ, അതായത് നല്ല സമ്പന്നനായ ഇയാൾക്ക് കടം കിട്ടാനുള്ളതായ സമ്പന്നനായ ഒരാളിലേക്ക് നിങ്ങളിലൊരാളെ തുടർത്തപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ നിങ്ങളവനെ ഹവാലയാക്കിയാൽ, ആ ആളെത്തുന്ന സമ്പന്നനിൽ നിന്ന് നിങ്ങൾക്ക് കടം കിട്ടാനുള്ള ആൾക്ക് കടം കിട്ടാനുണ്ട്. അപ്പോൾ ആ കടം കിട്ടാനുള്ള ആളിലേക്ക് നിങ്ങളെ ഹവാലയാക്കി, അതായത് അയാളെടുത്തുന്ന കടം വാങ്ങിക്കോ എന്ന് ഏൽപ്പിച്ചാൽ, ഫല്യത്ത് അങ്ങനെയാണെങ്കിൽ ആ ഹവാല സ്വീകരിക്കട്ടെ, അങ്ങനെ തുടരട്ടെ, അതായത് ഹവാല സ്വീകരിക്കട്ടെ. നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ വരികയാണെങ്കിൽ, ഞാൻ സമ്പന്നനായ ജാബിർ എനിക്ക് കടം തരാനുണ്ട്, മുഫ്ലിസായിട്ടില്ല. ആ ജാബിറിൻ്റെ കടം ജാബിറിൻ്റെ അടുത്തുനിന്ന് എനിക്ക് കിട്ടാനുള്ള കടം ഞാൻ മുഹമ്മദിന് കൊടുക്കാനുള്ള കടത്തിന് പകരമായിട്ട് ജാബിറിൻ്റെ അടുത്തുനിന്ന് വാങ്ങാൻ വേണ്ടി ഏൽപ്പിക്കുകയാണെങ്കിൽ അത് മുഹമ്മദ് സ്വീകരിക്കട്ടെ. അർക്കാനുഹ, അതിൻ്റെ റുക്കിനുകൾ സബഅത്തുൻ 7 എണ്ണമാണ്. ഒന്ന് മുഹീൽ, ഹവാല ചെയ്യുന്നവൻ, ഹവാല നടത്തുന്നവൻ. അതായത് ഇപ്പോൾ മുഹീൽ ഞാനാണ്. മുഹ്താൽ, ഹവാല സ്വീകരിക്കുന്നവൻ, അതായത് മുഹമ്മദാണ്. മുഹാലുൻ അലൈഹി, ഹവാല ഏൽപ്പിക്കപ്പെട്ടവൻ, അഥവാ ജാബിറാണ്. ദൈനുല്ലിൽ മുഹ്താലി, മുഹ്താലിനുള്ള കടം, മുഹ്താലാകുന്ന മുഹമ്മദിന് കടമുണ്ടല്ലോ, ഞാൻ കൊടുക്കാനുള്ള കടം, അതാ ദൈനുല്ലിൽ മുഹ്താലി. പിന്നെ ദൈനുല്ലിൽ മുഹീലി, മുഹീലാകുന്ന എനിക്ക് കടം, അതായത് എനിക്ക് ജാബിറിൻ്റെ അടുത്തുനിന്ന് കിട്ടാനുള്ള കടം, ഈ കടവും വേണം. പിന്നെ ഈജാബ് കബൂല്, അതിൻ്റെ വാചകങ്ങൾ വേണം. ഏൽപ്പിക്കാനുള്ള വാചകവും അത് സ്വീകരിക്കാനുള്ള വാചകവും വേണം. ഓരോന്നും അതിൻ്റേത് ആ 7 റുക്കിനുകൾ കൂടിയതാണ്. 7 റുക്കിനുകൾ ഉണ്ടായാലേ ഹവാല ശരിയാവുകയുള്ളൂ.
ഇനി അതിൻ്റെ ഷർത്തുകൾ ഷുറൂത്തുൽ ഹവാലത്തി ഖംസത്തുൻ. ഷർത്തും റുക്കിനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ സാധാരണ പഠിച്ചു വരുന്നതാണ്. റുക്കിന് എന്ന് പറഞ്ഞാൽ അതിൽ പെട്ടതാണ്. ഹവാല ആകണമെങ്കിൽ ഇത് വേണം. ഷുറൂത്ത് എന്ന് പറഞ്ഞാൽ ഹവാലയാകണമെങ്കിൽ ആ ഹവാലയിൽ പെട്ടതല്ല, പക്ഷേ ഹവാല തന്നെ നടക്കണമെങ്കിൽ ശരിയാകണമെങ്കിൽ അതിൻ്റെ മുന്നോടിയായിട്ട് ഇത് ഒരുങ്ങണം. അപ്പോൾ അതിൻ്റെ ഹവാലയുടെ 5 ഷർത്തുകളാണുള്ളത്. 1 റിലൽ മുഹീലി വൽ മുഹ്താലി. ഹവാല നടത്തണമെങ്കിൽ ആദ്യം എന്ത് വേണം? മുഹീലാകുന്ന ഞാനും മുഹ്താലാകുന്ന മുഹമ്മദും സമ്മതിക്കണം. രണ്ടാളെയും തൃപ്തി വേണം. ഞാൻ മാത്രം ഇഷ്ടപ്പെട്ട് കണ്ടാണ് ഇപ്പോൾ വാങ്ങിക്കാൻ എനിക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ പറ്റൂല. മുഹമ്മദും സമ്മതിക്കണം. അല്ലെങ്കിൽ മുഹമ്മദ് പറഞ്ഞു എനിക്ക് കടം തരാനുള്ള ഉണ്ടല്ലോ, അത് പിന്നെ ജാബിറിനോട് ഏൽപ്പിച്ചാളോ, ഓൻ എനിക്ക് ഏതായാലും തരാനുള്ള, ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു എനിക്കതിന് താല്പര്യമില്ലെങ്കിൽ ശരിയാവില്ല. അത് ഷർത്താ. അത് ആദ്യം മുന്നോടിയായിട്ട് വേണം. രണ്ടാളെയും സമ്മതം. 2 സുബൂത്തു ദൈനൈനി. രണ്ടാളുടെയും കടം സ്ഥിരപ്പെടണം. കടം ഉണ്ടെന്ന് വെറുതെ വാദിച്ചാൽ പോരാ, രണ്ടാൾക്കും കടം ഉണ്ട് എന്ന് സ്ഥിരപ്പെടണം. എനിക്കും കടം കിട്ടാണ്ടെന്ന് സ്ഥിരപ്പെടണം. അതേപോലെ തന്നെ ഞാൻ മുഹമ്മദിന് കൊടുക്കാനുള്ള കടവും സ്ഥിരപ്പെടണം. സിഹത്തുൽ ഇഅ്തിയാദി അൻഹുമ. ആ 2 കടവും പകരമാക്കാൻ പറ്റിയതാകണം. രണ്ടാളെ തൊട്ടും പകരമാക്കാൻ പറ്റിയതാകണം. പകരമാക്കാൻ പറ്റാത്തതായാൽ പറ്റൂല. ഇതിന് പകരമാക്കാൻ പറ്റിയ സാധനമാകണം. വേറൊരാൾ ഇതിന് പകരമാകാൻ പറ്റുന്ന രൂപത്തിലാകണം. അങ്ങനെ പറ്റാത്ത അതേ ആളുകൾ ചെയ്യേണ്ടതാണെങ്കിൽ അത് പറ്റൂല. അൽ ഇൽമു ബിദ്ദൈനൈനി ഖദ്റൻ വസിഫതൻ വസിജിൻസൻ. 2 കടവും, മുഹീലിൻ്റെ കടവും മുഹ്താലിൻ്റെ കടവും, അതിൻ്റെ കണക്കും അതിൻ്റെ വിശേഷണവും അതിൻ്റെ ഇനവും അറിയണം. ഇപ്പം ഇത്ര എണ്ണം, അല്ലെങ്കിൽ ഇത്ര അളവ്, അല്ലെങ്കിൽ ഇത്ര പിന്നെ തൂക്കം എന്നതൊക്കെ അറിയണം. അതേപോലെ തന്നെ അതിൻ്റെ വിശേഷണം, ഇന്ന കോലത്തിലുള്ളൊക്കെ കടങ്ങളാണ്, ഇന്ന രൂപത്തിലുള്ള കടമാണ്. പിന്നെ അതിൻ്റെ ജിൻസ്, ഇന്ന സാധനമാണ്. അതായത് കോഴിയാണെങ്കിൽ കോഴി, ആടാണെങ്കിൽ ആട്, അങ്ങനെയുള്ള ആ ഇനം വർഗവും അറിയണം. പിന്നെ 5 തസാവീഹിമ. 2 കടവും ആയിരിക്കണം. എന്നാൽ വലാ യുഷ്തറത്തു റിലൽ മുഹാലി അലൈഹി. മുഹാലി അലൈഹി ആകുന്ന ജാബിറിൻ്റെ സമ്മതം ഇതിന് ഷർത്താക്കപ്പെടൂല. ജാബിർ അത് 10,000 ഉറുപ്പിക എടുത്താൽ ഞാൻ സമ്മതിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓന് ഈ കടം ഏൽപ്പിക്കലോടുകൂടെ ഇവൻ്റെ അടുത്തിൽ നിന്ന് മറ്റേയാൾക്ക് മുഹ്താലാകുന്ന മുഹമ്മദിന് കടം വാങ്ങാൻ പറ്റുന്നതാണ്. തസിഹുൽ ഹവാലത്തു. ഹവാല ശരിയാകും ബി ഈജാബിൻ. ഈജാബ് കൊണ്ട്. ഈജാബിൻ്റെ സിയ എങ്ങനെ? അഹൽതുക അലാ ഫുലാനിൻ ബിദ്ദൈനില്ലദീ ലക അലയ്യ. ഞാനിപ്പം മുഹമ്മദിനോട് പറയും അഹൽതുക അലാ ജാബിരിൻ ബിദ്ദൈനില്ലദീ ലക അലയ്യ. നിനക്ക് എൻ്റെ മേലിലുള്ളതായ കടണ്ടല്ലോ, അത് ഞാൻ ജാബിറിലേക്ക് ഹവാലാക്കിക്കണം. ജാബിറിലേക്ക് നിന്നെ ഞാൻ ഹവാലയാക്കി, ജാബിറിലേക്കാണ് ഏൽപ്പിച്ചു കൊടുത്തു, കടം കൈമാറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ വ കബൂലും മിനൽ മുഹ്താലി. അതേപോലെ തന്നെ മുഹമ്മദ് അതിന് സമ്മതിക്കുമാണ്. ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ സമ്മതിച്ചു എന്ന് സമ്മതിക്കുകയും ചെയ്യൽ കൊണ്ട് മാത്രമേ ഹവാല ശരിയാവുള്ളൂ. അപ്പോൾ മുഹമ്മദും സമ്മതിക്കണം, ഞാനും സമ്മതിക്കണം. ജാബിറിൻ്റെ സമ്മതം വേണ്ട. വ എൽസമു ബിഹ. ആ ഹവാല കൊണ്ട് നിർബന്ധമാകും, അതായത് സ്ഥിരപ്പെടും, ദൈനുൽ മുഹ്താലിൻ മുഹാലൻ അലൈഹി. മുഹ്താലിൻ്റെ ദൈന് മുഹാല അലൈഹിക്ക് നിർബന്ധമാകും. അയാൾക്ക് കൊടുക്കൽ നിർബന്ധം, അയാളുടെ മേലിൽ സ്ഥിരപ്പെടും. അഥവാ മുഹ്താലാകുന്ന മുഹമ്മദിനുണ്ടായിരുന്ന കടം പിന്നെ ജാബിറാകുന്ന മുഹാല അലൈഹിക്കാവും പിന്നെ കൊടുക്കൽ നിർബന്ധമാകുക. ഓൻ്റെ മേലത് സ്ഥിരപ്പെടും. അപ്പോൾ ജാബിർ പിന്നെ 10,000 ഉറുപ്യ മുഹമ്മദിന് കൊടുക്കാനുള്ള രൂപത്തിലാകും. വൈഫ യബ്റഉൽ മുഹീലു ബിൽ ഹവാലത്തി അൻ ദൈനിൽ മുഹ്താലി. അപ്പോൾ മുഹീലാകുന്ന ഞാൻ ആ ഹവാല നടത്തൽ കൊണ്ട് ഒഴിവാകും. യബ്റഉന ഒഴിവാകും. ബിൽ ഹവാലത്തി ഹവാല നടത്തൽ കൊണ്ട് അൻ ദൈനിൽ മുഹ്താലി മുഹ്താലാകുന്ന മുഹമ്മദിൻ്റെ കടത്തെ തൊട്ട്. അപ്പം ഇനി ഞാൻ മുഹമ്മദിന് 10,000 ഉറുപ്യ കൊടുക്കാനില്ലാതായി. വ യബ്റഉൽ മുഹാലു അലൈഹി. അതേപോലെ തന്നെ മുഹാലു അലൈഹി ആകുന്ന ജാബിർ ഒഴിവാകും അൻ ദൈനിൽ മുഹീലി മുഹീലാകുന്ന എൻ്റെ കടത്തെ തൊട്ട്. അപ്പോൾ ജാബിർ എനിക്ക് കടം തരാനില്ല.
വയതഹവ്വലു ഹക്കുൽ മുഹ്താലി ഇലാ ദിമ്മത്തിൽ മുഹാലി അലൈഹി. മുഹ്താലിൻ്റെ ബാധ്യത, മുഹ്താലിൻ്റേതായ ഉത്തരവാദിത്തം, ആ മുഹ്താലിന് കിട്ടാനുള്ള അവകാശം അത് മാറി വരും ഇതിലേക്ക് ഇലാ ദിമ്മത്തിൽ മുഹാലി അലൈഹി, മുഹാലി അലൈഹിയുടെ ദിമ്മത്തിലേക്കായി മാറും. ഒരവസ്ഥയിൽ നിന്ന് മാറിയ തഹവ്വല, അത് അങ്ങോട്ടായി മാറും. അപ്പോൾ അതോടുകൂടെ ജാബിറിന് മുഹമ്മദിന് കിട്ടാനുള്ള അവകാശം ജാബിറിൻ്റെ ഉത്തരവാദിത്തത്തിലേക്കായി മാറും എന്നർത്ഥം. ഫഇൻ തഅദ്ദറ അഖദുൽ ഹക്കി മിനൽ മുഹാലി അലൈഹി, അങ്ങനെ ഇതൊക്കെ ഏറ്റെടുത്ത് ഹവാലൊക്കെ നടന്നതിന് ശേഷം പ്രയാസായാൽ, ബുദ്ധിമുട്ടായാൽ, അഖദുൽ ഹക്കി മിനൽ മുഹാലി അലൈഹി, മുഹാലി അലൈഹിൻ്റെ അടുക്കൽ നിന്ന് അവൻ്റെ അവകാശം എടുക്കാൻ പ്രയാസമായാൽ, എങ്ങനെ ലി കൗനിഹി മുഫ്ലിസൻ, ഒന്നെങ്കിൽ അവൻ മുഫ്ലിസായി, ഓൻ പാപ്പരായി, ജാബിർ പച്ച പാപ്പരായി, അല്ലെങ്കിൽ ഔ കൗനിഹി, അല്ലെങ്കിൽ ജാഹിദൻ ലിൽ ഹവാല, ഓൻ ആ ഹവാലയെ നിഷേധിക്കുന്നവനായി, അങ്ങനെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ പറഞ്ഞു, ഹവാലനെ സമ്മതിച്ചില്ല. അല്ലെങ്കിൽ ഔലി ദൈനിൽ മുഹീല്, അതായത് എന്നെ പറഞ്ഞു എൻ്റെ കടം അങ്ങനെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് ജാബിർ പറഞ്ഞു. ഔലി ദൈനിൽ മുഹീൽ, അല്ലെങ്കിൽ മുഹീൽ എനിക്ക് അങ്ങനെ ഒരു കടയെ തരാനില്ല എന്നോ നിഷേധിച്ചു. അപ്പോൾ ഹവാലയെ നിഷേധിച്ചു, കടക്കൊൻ സമ്മതിച്ചു, പക്ഷെ അന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കടം തന്നെ നിഷേധിച്ചു. ഔ ബി ഗൈരി ദാലിക, അല്ലെങ്കിൽ മറ്റു വല്ല കാരണങ്ങൾ കൊണ്ട് മുഹാല് അലൈഹിയിൽ നിന്ന് തൻ്റെ അവകാശം എടുക്കാൻ, തൻ്റെ അവകാശം കൈപ്പറ്റാൻ എന്ത് ചെയ്തു, മുഹ്താല് പ്രയാസപ്പെട്ടാൽ, ലം യർജിഅൽ മുഹ്താലു അലൽ മുഹീലി ബിഷൈഇൻ, ഒരു സാധനം ചോദിച്ചിട്ട് ഇങ്ങോട്ട് മുഹീലിൻ്റെ അടുത്തേക്ക് മടങ്ങാൻ പറ്റില്ല. കാരണം അവരൊക്കെ സമ്മതിച്ച് കണ്ടാണോ ചെയ്ത്. ലം യർജിഅ, അവൻ മടങ്ങരുത്, അൽ മുഹ്താല് മടങ്ങരുത്, അലൽ മുഹീലി ബിഷൈഇൻ, മുഹീലിൻ്റെ അടുത്തേക്ക്, മുഹീലാകുന്ന എൻ്റെ അടുത്തേക്ക് ഇനി മുഹമ്മദിന് ഒരു നിലക്കും മടങ്ങി വരാൻ പറ്റില്ല. ബിഷൈഇൻ, ഒന്നുകൊണ്ടും മടങ്ങി വരാൻ പറ്റൂല. ഇനി വലൗ തലബൽ മുഹ്താല് ആവശ്യപ്പെട്ടാൽ, മിനൽ മുഹാലി അലൈഹിയിൽ നിന്ന് മുഹ്താൽ ആവശ്യപ്പെട്ടാൽ, ഹക്കഹു, തൻ്റെ അവകാശം ചോദിച്ചാൽ, അങ്ങനെ മുഹാല അലൈഹിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ, ജാബിറിനോട് മുഹമ്മദ് ചെന്ന് കണ്ട് ചോദിക്കുകയാണ്, എന്ത്, ആ 10,000 ഉറുപ്പ്യ കാട്ടിക്കാം, ഈ തോഹക്ക് കൊടുക്കാനുണ്ടായിരുന്ന 10,000 ഉറുപ്പ്യ ഉണ്ടല്ലോ, അതുകൊണ്ട് കൊണ്ട എന്ന് പറഞ്ഞു. ഫഖാല അബ്റഅനിൽ മുഹീലു ഖബലൽ ഹവാല നടത്തുന്നതിന് മുമ്പ് തന്നെ, ഇങ്ങനൊരു ഹവാല പറയുന്നതിന് മുമ്പ് തന്നെ അത് എന്നോട് ഇനി വേണ്ടാന്ന് പറഞ്ഞേക്കണു തോഹ എന്ന് പറഞ്ഞു. അക്കാമ ബി ദാലിക ബയ്യിനത്തിൻ, അതിന് കുറേ തെളിവും നിർത്തി. അക്കാമ അതിനെ നിർത്തി, അതിന് ഹാജരാക്കി എന്നൊക്കെ അർത്ഥം, അതിന് തെളിവും ഹാജരാക്കി. എന്നാൽ സുമിഅത്തിൽ ബയ്യിനത്തു, മുഹാല അലൈഹി പറഞ്ഞ ആ തെളിവ് സ്വീകരിക്കപ്പെടണം, അത് കേൾക്കപ്പെടുന്ന സ്വീകരിക്കപ്പെടണം. അഥവാ അങ്ങനെ ഹവാലൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനൊരു കടഞ്ഞ് കൊടുക്കാനില്ല, ഒഴിവാക്കി കൊടുത്താൽ പിന്നെ കടം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇനി ജാബിർ കടം തരാനില്ല എന്ന രൂപത്തിൽ ആകും. അപ്പോൾ പിന്നെ മുഹ്താലായ മുഹമ്മദിന് എന്തില്ല, അവൻ്റെ അവകാശം കിട്ടാത്ത അവസ്ഥ വരുമോ? ഇല്ല. വ ഇൻകാനൽ മുഹീലു ഫിൽ ബലദി, ഞാനാകുന്ന മുഹീൽ നാട്ടിലുണ്ടെങ്കിൽ, സുമ്മലിൽ മുഹ്താലി, പിന്നെ മുഹീൽ ഇങ്ങനൊരവസ്ഥ വന്നാൽ ആ തെളിവ് സ്വീകരിച്ചിട്ട് ഓനെന്ത് ചെയ്യാം, അറുജു ബിദൈനിഹി അലൽ മുഹീലി, മുഹീലാകുന്ന എൻ്റെ അടുത്തേക്ക് ആ കടവുമായിട്ട് മടങ്ങി വരാവുന്നതാണ്, എനിക്ക് തരണം, നിങ്ങളെ ഹവാലേക്കണിന് മുമ്പ് തന്നെ അത് ഒഴിവാക്കി കൊടുത്തിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദിന് എൻ്റെ അടുത്തേക്ക് മടങ്ങി വരാം. എപ്പോ? ഇല്ലാ ഇദസ്തമറൽ മുഹ്താലു അലാ തക്ദീബിൽ മുഹാല അലൈഹി, മുഹാല അലൈഹിയെ നിഷേധിക്കുന്നതിൻ്റെ മേൽ മുഹ്താല് തുടർന്നാലൊഴികെ. മുഹാല അലൈഹി പറയണത് കളവാണ്, അങ്ങനെ തോഹ ഒഴിവാക്കിയിട്ടൊന്നും ഇല്ല എന്നുള്ള രൂപത്തിലാണ് മുഹ്താലിൻ്റെ വിശ്വാസം, അതായത് മുഹമ്മദ് വിശ്വസിക്കുന്നത്. ജാബിർ വെറുതെ നുണ അറിയാണെന്നുള്ള രൂപത്തിലാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഓൻ പറയണത് അങ്ങനെ കളവാണെന്നതിൻ്റെ മേൽ തുടർന്നാൽ പറ്റില്ല, സത്യം തന്നെയാണ് ഓൻ പറയണത് എന്ന് സമ്മതിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് മടങ്ങാം. കളവാക്കുക പിന്നെ
എന്നുള്ളതുണ്ട്, ഓൻ്റെ അടുത്ത് നിന്ന് കിട്ടാത്താണോ എങ്ങനെയും വാങ്ങണം എന്നുള്ള രൂപത്തിക്കാവും. ആ കളവാക്കലിൻ്റെ മേലിൽ തുടർന്നാലൊഴികെ, അത് തുടർന്നിട്ടില്ലെങ്കിൽ എന്നർത്ഥം. തുടർന്നാൽ പറ്റൂല, തുടർന്നാൽ ഒഴികെ അവന് തുടരുന്നില്ലെങ്കിൽ, അതായത് ഓനെ കളവാക്കണില്ലെങ്കിൽ, ഓനെ പറഞ്ഞ് വാസ്തവമാക്കിയിട്ടാണ് ചെല്ലുന്നതെങ്കിൽ മുഹീലിൻ്റെ അടുത്തേക്ക് തയ്യാ. അപ്പോൾ അവൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഹവാല മുഹീൽ ഹവാല ആക്കണതിന് മുമ്പ് തന്നെ മുഹീൽ ഒഴിവാക്കിയെന്നായി. അപ്പോൾ അത് അംഗീകരിച്ചു കൊണ്ട് വരികയാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വീണ്ടും വരാവുന്നതാണ്. ഇതാണ് വിഷയം. ഇനി അടുത്ത ചർച്ച, വല വ്യഖ്തലഫദ്ദാഇനു വൽ മദീനു. കടക്കാരനും കടം വാങ്ങിയവനും, രണ്ടർത്ഥത്തിനും മദീൻ ഉപയോഗിക്കലുണ്ട്. കടം കൊടുത്ത ആൾക്കും കടം വാങ്ങിയ ആൾക്കും മദീൻ ഉപയോഗിക്കലുണ്ട്. ഇവിടെ മദീന് കടം വാങ്ങിയ ആൾ, ദായിന് കടം കൊടുത്ത ആൾ, ഇവർ രണ്ടാളും അഭിപ്രായ വ്യത്യാസമായി. ഹൽ വക്കല ഔ അഹാല. ഒരാൾ പറഞ്ഞു വക്കാലത്താണ് ആക്കിക്കണത്, മറ്റാൾ പറഞ്ഞു ഹവാലയാണ് ആക്കിക്കണത്. വക്കാലത്ത് തൊട്ടടുത്ത പാടാണ്. വക്കാലത്താകുമ്പോൾ അവിടെ കടമൊന്നും വേണ്ട. ഞാൻ 10,000 ഉറുപ്പ്യ എടുക്കാൻ പിന്നെ ജാബിറിനോട് ഏൽപ്പിച്ചു. എനിക്ക് ജാബിർ കടം ഉണ്ടായിട്ടൊന്നുമല്ല, ഓൻ്റെ അടുത്ത് നിന്ന് എടുത്ത് കൊടുക്കാൻ ഏൽപ്പിച്ചാലും വക്കാലത്താണ്. അല്ലെങ്കിൽ ഞാൻ ഓൻ്റെ അടുത്ത് 10,000 ഉറുപ്പ്യ ഏൽപ്പിച്ച് കണ്ട് അത് കൊടുത്തോ എന്ന് പറഞ്ഞു, എനക്കായാലും വക്കാലത്താണ്. അപ്പോൾ ഞാൻ 10,000 ഉറുപ്പ്യ എടുത്താ ഇത് മുഹമ്മദിന് കൊണ്ടേ കൊടുത്തോ എന്ന് കണ്ട് 10,000 ഉറുപ്പ്യ ഓൻ്റെ അടുത്ത് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ വക്കാലത്താക്കിയതാണ്. ഈ വിഷയത്തിൽ തർക്കമായാൽ സുദ്ദിക്ക മുൻകിറുൽ ഹവാല, ഹവാലയെ നിഷേധിക്കുന്ന ആളെ ബിയമീനി, അവൻ്റെ സത്യം ചെയ്യൽ കൊണ്ട് വാസ്തവമാക്കപ്പെടും. ഇപ്പോൾ ഇവിടെ ഹവാല, ഇപ്പം ഞാൻ ആണ് ഹവാല നടത്തിയ, മുഹീൽ ഞാനാണ്, മുഹത്താൽ മുഹമ്മദാണ്, ജാബിറാണ് മുഹാൽ അലൈഹി. എനിക്ക് ഇപ്പോൾ ഇവിടെ മുഹീലും മുഹത്താലുമാകുന്ന ഞങ്ങൾ തമ്മിലാണ് ഇഖ്തിലാഫാകുന്നത്. കടക്കാരനായ മുഹത്താൽ, അതായത് മുഹമ്മദ് പറയാണ് അത് വക്കാലയാണ്. കാരണം ഹവാല നടന്നാൽ അതോടുകൂടെ എന്തായി? ഒഴിവായി. കടം പിന്നെ ജാബിറിൻ്റെ അടുത്ത് തന്നെ വാങ്ങണം. അപ്പം ഇങ്ങനെ കിട്ടാത്തൊരു സന്ദർഭത്തിൽ പറഞ്ഞു വക്കാലത്തല്ല ആക്കിയിരിക്കണത്, ഹവാലല്ലല്ലോ എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഹവാലയാണെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഹവാലയെ നിഷേധിക്കുന്നവനെ തൻ്റെ സത്യം കൊണ്ട് വാസ്തവമാക്കപ്പെടണം. ഹവാലയെ നിഷേധിക്കുന്ന ആളാണ് ആര്? മുഹ്താൽ ആകുന്ന മുഹമ്മദ്. അപ്പോൾ ഓൻ സത്യം ചെയ്താൽ ഓനെ വാസ്തവമാക്കപ്പെടണം. കാരണം എന്താ? അന്നൽ അസല ബക്കാ ഉൽ ഹക്കി ഫി ദിമ്മത്തിൽ മുസ്തഹക്കി അലൈഹി, അവകാശപ്പെട്ടവൻ്റെ ഉത്തരവാദിത്തത്തിൽ, ഞാനാണിപ്പോൾ മുഹമ്മദിന് കൊടുക്കാനുള്ളത്, ആ എൻ്റെ ഉത്തരവാദിത്തത്തിൽ തന്നെ ശേഷിക്കലാണ് അസ്ല്. അതുകൊണ്ട് ഓൻ സത്യം ചെയ്യാൻ തയ്യാറായാൽ പിന്നെ ആ കടം ഞാൻ കൊടുക്കേണ്ട രൂപത്തിൽ, അപ്പോൾ വക്കാലത്താക്കിയ പോലെയായി. ഹവാലല്ല വക്കാലത്താണെന്നുള്ള രൂപത്തിലായി. വക്കാലത്താവുമ്പോൾ പിന്നെ എന്തെയും? വക്കാലയുമ്പോൾ ഞാൻ ജാബിറിനെ ഏൽപ്പിച്ചിരുന്നു, ജാബിറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയാലല്ലോ ഓനാവുള്ളൂ. ജാബിറിൻ്റെ അടുത്ത് നിന്ന് കിട്ടാത്തതുകൊണ്ട് ഓന് വീണ്ടും എൻ്റെ അടുത്തേക്ക് മടങ്ങാനാവും. നേരെ മറിച്ച് ഞാനാ ഹവാലനെ നിഷേധിക്കുന്നത് വെച്ചെങ്കിലോ, ഞാൻ ഹവാല അങ്ങനെ നടത്തിയിട്ടില്ല, ഞാൻ ഏതായാലും പിന്നെ എൻ്റെ ദിമ്മത്തിൽ ആ ഹക്കുണ്ടല്ലോ. നേരെ തിരിച്ചാണെങ്കിലേ പ്രശ്നമുള്ളൂ. ഞാൻ ഹവാല നിശ്ചയിച്ചാൽ പിന്നെ ഒന്നും ആലോചിക്കാനേ ഇല്ല. ഓ ഹവാലിനെ സമ്മതിച്ചു എന്ന രൂപത്തിലാണെങ്കിൽ പ്രശ്നമില്ല. ഹവാലയെ നിഷേധിക്കുന്ന ആൾ, അതായത് മുഹ്താലിനെ അങ്ങനെ നിഷേധിക്കണോടത്ത് മുസ്താലിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കണം. ഞാൻ ഹവാലിനെ നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ സത്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അങ്ങനെ വക്കാലത്തന്നെ ഏൽപ്പിച്ചിട്ടില്ല. വക്കാലത്താണ് ഞാൻ ആണെന്ന് പറയുകയാണെങ്കിൽ വക്കാലത്ത് ഏൽപ്പിക്കപ്പെട്ട ആൾ കൊടുത്തിട്ടില്ലെങ്കിൽ അത് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ ആ ദിമ്മത്തിൽ അത് ബാക്കിയാകുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാളും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഹവാലയെ നിഷേധിക്കുന്ന ആളെയാണ് വാസ്തവമാക്കേണ്ടത് എന്നർത്ഥം. അടുത്ത നമുക്കതിൻ്റെ ചോദ്യോത്തരത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ചോദ്യം, അൽ ഹവാലത്തു മാഹിയ. ഹവാല എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണ്ടല്ലോ, അഖദുൻ യഖ്തദി ഇന്തിഖാല ദൈനിൻ മിൻ ദിമ്മത്തിൻ ഇലാ ദിമ്മ. 2. കം അർക്കാനുൽ ഹവാല. ഹവാലൻ്റെ റുക്കനുകൾ എത്രയെന്ന് ചോദിച്ചിട്ടുള്ള അപ്പോൾ ഇതിനുത്തരം എഴുതിയ മിസബഅത്തുൻ 7 എണ്ണമാണ്. കം ഷുറൂത്തുൽ ഹവാല ഖംസത്തുൻ 5 എണ്ണമാണ്. അതൊക്കെ പഠിച്ചു വെക്കുക. ഇപ്പോൾ കുറച്ചോ അല്ലെങ്കിൽ മുഴുവനോ ഒക്കെ ആയി എഴുതാൻ വരാൻ സാധ്യതയുണ്ട് പരീക്ഷയ്ക്ക്. 4 ഷുറൂത്ത് 5 എണ്ണം. ഖംസ ഇലാമൻ യതഹവ്വലു ഹഖുൽ മുഹ്താലി ബിൽ ഹവാല. മുഹ്താലിൻ്റെ അവകാശം ആരിലേക്കാണ് നീങ്ങുക? ഇലൽ മുഹാലി അലൈഹി. അല്ലേ, അവിടെ വന്നല്ലോ. യതഹവ്വലുൽ ഹഖുൽ മുഹ്താലി ഇലാ ദിമ്മത്തിൽ മുഹാലി അലൈഹി. അല്ലേ, രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ അവസാനം, മൂന്നാമത്തെ പാരഗ്രാഫിൻ്റെ അവസാന ഭാഗത്ത്.
മൻ യുസദ്ദിഖു ലൗ ഇഖ്തലഫത് ദാഇനു വൽ മദീനു ഹൽ വക്കലാഹു അഹാല വക്കാലത്താണ് ഹവാലയാണ് എന്ന വിഷയത്തിൽ രണ്ടാളും ഭിന്നാഭിപ്രായക്കാരായാൽ ആരെയാണ് വാസ്തവമാക്കുക? മുൻകിറുൽ ഹവാല, ഹവാലയെ നിഷേധിക്കുന്ന ആളെയാണ് വാസ്തവമാക്കേണ്ടത്. അടുത്തത് പൂരിപ്പിക്കാൻ നുക്കമ്മിൽ മത്ലുൽ ഗനിയ്യി ളുൽമുൻ. മത്ലുൽ ഗനിയ്യി ളുൽമുൻ പിന്നെ ഡാഷ് ബാക്കിയാണ് പൂരിപ്പിക്കാൻ. ഇദാ ഉത്ബിയ അഹദുക്കും അലാ മലീഇൻ ഫല്യത്ബ. ആ ഹദീസ് കാണാതെ പഠിക്കുക, പൂരിപ്പിക്കാൻ കഴിയും. അർക്കാനുൽ ഹവാല എഴുതാനാണ്, ഷുറൂത്തുൽ ഹവാല എഴുതാനാണ്. ഒക്കെ ഓരോന്ന് അവിടെ എണ്ണി നമ്പർ ഇട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കി പഠിച്ചു വെക്കുക. മലീ സമ്പന്നൻ, മത്തിൽ പിന്തിപ്പിക്കുക, മുഹീല് ഹവാല നടത്തുന്നവൻ, മുഹത്താല് ഹവാല സ്വീകരിക്കുന്നവൻ, ജാഹിദ് നിഷേധിക്കുന്നവൻ, ദിമ്മത്ത് ഉത്തരവാദിത്തം.